പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യാദികൾ മാത്രം പ്രസ്താവിപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ഗലാത്യലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മെ എന്തിനു വേണ്ടി വിളിച്ചു എന്നതിനെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ നിന്ന് ദർശിക്കുവാൻ കഴിയുന്നത്. കർത്താവ് നമ്മെ എന്തിനു വേണ്ടി വിളിച്ചു എന്നറിയണ്ടേ? ലളിതമാകുന്ന ഭാഷാശൈലിയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചു. കർത്താവ് നമ്മെ വിളിച്ചത് എന്നും അസ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയല്ല, എന്നും രോഗമെന്ന ബന്ധനത്തെ പേറിക്കൊണ്ട് നാളുകൾ തള്ളി നീക്കുന്നതിന് വേണ്ടിയല്ല, എന്നും കടബാധ്യതയിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയല്ല, എന്നും അസമാധാനത്തിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയല്ല, മറിച്ച് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഗലാത്യലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യരാക്കിയിരിക്കുന്നു. ആകയാൽ അതിൽ തന്നെ ഉറച്ചു നിൽപ്പിൻ. പിന്നെയും പിശാചിൻ്റെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഓരോരുത്തരും ഒരു സ്വയപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കർത്താവ് പ്രോമിസ് ചെയ്ത സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് പ്രോമിസ് ചെയ്ത സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു: നാം എവിടെയൊക്കെയോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭക്തനായ ദാവീദ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: നാം അവൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് അവൻ്റെ കയറുകളെ എറിഞ്ഞുകളക. ഈ ദിവസങ്ങളിൽ നമ്മെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങളെ പൊട്ടിച്ച് പുറത്തു വരുവാൻ തയ്യാറാകണം. രോഗമെന്ന ബന്ധനത്തെ പൊട്ടിച്ച്, കടഭാരമെന്ന ബന്ധനത്തെ പൊട്ടിച്ച്, അസമാധാനമെന്ന ബന്ധനത്തെ പൊട്ടിച്ച്, ഇങ്ങനെ തുടങ്ങി ശത്രുവാകുന്നവൻ ഏതെല്ലാം മേഖലകളിൽ നമ്മെ ബന്ധിച്ചു വച്ചിരിക്കുന്നുവോ ആ ബന്ധനങ്ങളെയൊക്കെ പൊട്ടിച്ച് പുറത്തു വരുവാൻ നമുക്ക് കഴിയണം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ള ഒരുവനേയുള്ളൂ, അത് നാം സേവിക്കുന്ന യേശു ക്രിസ്തുവാണ്. നമുക്ക് ചിന്തിക്കാം, യേശു ക്രിസ്തുവിന് നമ്മെ എന്തിൽ നിന്നൊക്കെ സ്വതന്ത്രരാക്കുവാൻ കഴിയും? ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്നാമതായി, അടിമത്വത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. രണ്ടാമതായി, നാം അഭിമുഖീകരിക്കുന്ന കടബാധ്യതകളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ ദൈവത്തിന് കഴിയും. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. മൂന്നാമതായി, നാം അഭിമുഖീകരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ ദൈവത്തിന് കഴിയും. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. ഇങ്ങനെ തുടങ്ങി നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രോമിസ് ചെയ്ത സ്വാതന്ത്ര്യത്തെ ജീവിതങ്ങളിൽ പൂർണ്ണമാക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.